ലോഗോസ് ട്രിവ്യയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 കൊറിന്തോസ് 11, 12, 13 അധ്യായങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. 2 കൊറിന്തോസ് അധ്യായം 11 അവസാന ഭാഗത്ത് ദൈവപിതാവിന് വിശുദ്ധ പൗലോസ് നൽകുന്ന വിശേഷണം എന്താണ്? ഓപ്ഷൻസ്: നമ്മുടെ പിതാവായ ദൈവം, കർത്താവായ യേശുവിൻ്റെ ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവം, സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ദൈവം. ഉത്തരം: കർത്താവായ യേശുവിൻ്റെ ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവം. 2. എവിടെ നിന്ന് വന്ന സഹോദരന്മാരാണ് ശ്ലീഹായുടെ ആവശ്യങ്ങൾ നിറവേറ്റിയത്? ഓപ്ഷൻസ്: യൂദയായിൽ, അക്കായിയായിൽ, മക്കെദോനിയായിൽ. ഉത്തരം: മക്കെദോനിയായിൽ. 3. 2 കൊറിന്തോസ് 11, 13 അപ്പസ്തോലന്മാരെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻസ്: പ്രഭാപൂർണനായ, കപടനാട്യക്കാരായ, കപടവേഷക്കാരായ. ഉത്തരം: കപടനാട്യക്കാരായ. 4. ശ്ലീഹായെ ആരായി ആരും കാണരുതെന്നാണ് ശ്ലീഹ ആവർത്തിച്ച് പറയുന്നത്? ഓപ്ഷൻസ്: ബോഷൻ, വിഡ്ഡി, അലസൻ. ഉത്തരം: ബോഷൻ. 5. 2 കൊറിന്തോസ് 13:1 പ്രകാരം ശ്ലീഹ എത്രാമത്തെ പ്രാവശ്യമാണ് കൊറിന്തോസുകാരെ സന്ദർശിക്കാൻ പോകുന്നത്? ഓപ്ഷൻസ്: 2-ാം പ്രാവശ്യം, ആദ്യത്തെ പ്രാവശ്യം, 3-ാം പ്രാവശ്യം. ഉത്തരം: 3-ാം പ്രാവശ്യം. 6. നിനക്ക് എൻ്റെ കൃപ മതി എന്ന് ശ്ലീഹായോട് ആരാണ് അരുളി ചെയ്തത്? ഓപ്ഷൻസ്: കർത്താവ്, ദൈവം, കർത്താവായ യേശു. ഉത്തരം: കർത്താവ്. 7. 2-3 സാക്ഷികളുടെ മൊഴിയിന്മേൽ ഏത് കാര്യവും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു? ഇതിന് സമാനമായ പഴയ നിയമ വചനഭാഗം. ഓപ്ഷൻസ്: നിയമാവർത്തനം 25:3, നിയമാവർത്തനം 17:6, നിയമാവർത്തനം 8:13. ഉത്തരം: നിയമാവർത്തനം 17:6. 8. നിസ്സാരനാണെന്നിരിക്കലും ഒരിക്കലും ആരെക്കാളും ഒട്ടും കുറഞ്ഞവനല്ലെന്നാണ് ശ്ലീഹ വാദിക്കുന്നത്? ഓപ്ഷൻസ്: ആത്മപ്രശംസ ചെയ്യുന്നവരേക്കാൾ, വ്യാജ പ്രബോധകരേക്കാൾ, അപ്പസ്തോല പ്രമാണികളേക്കാൾ. ഉത്തരം: അപ്പസ്തോല പ്രമാണികളേക്കാൾ. 9. ക്രിസ്തുവിനെ പ്രതി താൻ സന്തുഷ്ടനായിരിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് പറയുന്ന 5 കാര്യങ്ങളിൽ 4-മത്തേത്? ഓപ്ഷൻസ്: അത്യാഹിതങ്ങളിൽ, ആക്ഷേപങ്ങളിൽ, പീഡനങ്ങളിൽ. ഉത്തരം: പീഡനങ്ങളിൽ. 10. പൂർവാധികം സന്തോഷത്തോടെ തൻ്റെ ബലഹീനതയെക്കുറിച്ച് പൗലോസ് പ്രശംസിക്കുന്നത് പൗലോസിൻ്റെ മേൽ എന്ത് ആവസിക്കുന്നതിനു വേണ്ടിയാണ്? ഓപ്ഷൻസ്: ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, ക്രിസ്തുവിൻ്റെ ശക്തി, കർത്താവായ യേശുവിൻ്റെ കൃപ. ഉത്തരം: ക്രിസ്തുവിൻ്റെ ശക്തി. 11. പൗലോസും സഹപ്രവർത്തകരും പരീക്ഷയിൽ പരാജിതരായി കാണപ്പെട്ടാലും കൊറിന്തോസുകാർ എന്ത് ചെയ്യണമെന്നാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്? ഓപ്ഷൻസ്: സന്തോഷത്തിൽ ജീവിക്കണം, നന്മ പ്രവർത്തിക്കണം, തിന്മയിൽ നിന്ന് അകലണം. ഉത്തരം: നന്മ പ്രവർത്തിക്കണം. 12. ഞാൻ അതീവ സന്തോഷത്തോടെ ആർക്കുവേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഓപ്ഷൻസ്: കൊറിന്തോസുകാർക്കു വേണ്ടി, നിങ്ങളുടെ ആത്മാക്കൾക്കു വേണ്ടി, ദൈവത്തിനു വേണ്ടി. ഉത്തരം: നിങ്ങളുടെ ആത്മാക്കൾക്കു വേണ്ടി. 13. കൊറിന്തോസുകാരുടെ അടുത്തേക്ക് വരുമ്പോൾ അവരുടെ ഇടയിൽ കണ്ടെത്തുമോ എന്ന് ശ്ലീഹ ആശങ്കപ്പെടുന്ന 8 കാര്യങ്ങളിൽ 5-മത്തേത്? ഓപ്ഷൻസ്: അപവാദം, പരദൂഷണം, കോപം. ഉത്തരം: അപവാദം. 14. തനിക്ക് ഏത് കാര്യത്തിൽ കുറവുണ്ടെന്നാണ് പൗലോസ് സമ്മതിക്കുന്നത്? ഓപ്ഷൻസ്: അറിവിൽ, വിജ്ഞാനത്തിൽ, പ്രസംഗ ചാതുര്യത്തിൽ. ഉത്തരം: പ്രസംഗ ചാതുര്യത്തിൽ. 15. കൊറിന്തോസുകാരോട് കൂടെ ആയിരിക്കുമ്പോൾ ശ്ലീഹായ്ക്ക് ഉണ്ടായതായി പറയുന്നത് എന്താണ്? ഓപ്ഷൻസ്: ദാരിദ്ര്യം, ഞെരുക്കം,
ക്ലേശങ്ങൾ. ഉത്തരം ഞെരുക്കം. 16. ഏത് കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ശ്ലീഹ കൊറിന്തോസുകാരോട് ആവശ്യപ്പെടുന്നത്? ഓപ്ഷൻസ്: കൂട്ടായ്മയിൽ, നന്മ പ്രവർത്തിക്കുന്നതിൽ, അവരുടെ വിശ്വാസത്തിൽ. ഉത്തരം: അവരുടെ വിശ്വാസത്തിൽ. 17. കൊറിന്തോസുകാരുടെ ഇടയിൽ യേശുവിനെ പ്രസംഗിച്ച ശ്ലീഹ അവർ കൈക്കൊണ്ടതായി പറയുന്നത് എന്ത്? ഓപ്ഷൻസ്: വെളിപാടുകൾ, സുവിശേഷം, ജ്ഞാനസ്നാനം. ഉത്തരം: സുവിശേഷം. 18. വെളിപാടുകളുടെ ആധിക്യത്താൽ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന മുള്ളിനെ പൗലോസ് വിശേഷിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: പ്രഭാപൂർണനായ പിശാച്, തന്ത്രശാലിയായ സർപ്പം, പിശാചിൻ്റെ ദൂതൻ. ഉത്തരം: പിശാചിൻ്റെ ദൂതൻ. 19. കർത്താവ് തന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടി എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്? ഓപ്ഷൻസ്: അവരെ വളർത്താൻ, അവരെ ശിക്ഷിക്കാൻ, അവരെ തിരുത്താൻ. ഉത്തരം: അവരെ വളർത്താൻ. 20. താൻ ഭോഷനായി പോയതിന് കാരണക്കാരായി പൗലോസ് കുറ്റപ്പെടുത്തുന്നത് ആരെയാണ്? ഓപ്ഷൻസ്: തൻ്റെ ശിഷ്യരെ, റോമായിലെ സഭയെ, കൊറിന്തോസുകാരെ. ഉത്തരം: കൊറിന്തോസുകാരെ. 21. വിശുദ്ധരെല്ലാവരും അഭിവാദനം ചെയ്യുന്ന കൊറിന്തോസുകാരുടെ കൂടെ ഉണ്ടായിരിക്കുന്നത് ആരുടെ കൃപയാണ്? ഓപ്ഷൻസ്: ദൈവത്തിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ. ഉത്തരം: കർത്താവായ യേശുക്രിസ്തുവിൻ്റെ. 22. മനുഷ്യരുടെ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നതെന്ന് വെളിപ്പെടുത്തുന്ന പൗലോസ് താൻ ശക്തനായിരിക്കുന്നത് എപ്പോഴെന്നാണ് മനസ്സിലാക്കുന്നത്? ഓപ്ഷൻസ്: പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സുവിശേഷം പ്രസംഗിക്കുമ്പോൾ, ബലഹീനനായിരിക്കുമ്പോൾ. ഉത്തരം: ബലഹീനനായിരിക്കുമ്പോൾ. 23. കൊറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ എത്ര അധ്യായങ്ങൾ ഉണ്ട്? ഓപ്ഷൻസ്: 13, 16, 17. ഉത്തരം: 13. 24. ഒരേ ആത്മാവിനാൽ പ്രവർത്തിച്ച പൗലോസും തീത്തോസും നടന്നത് എപ്രകാരമാണ് എന്നാണ് ശ്ലീഹ സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻസ്: സഹനത്തിൻ്റെ പാതയിൽ, ഒരേ പാതയിൽ, കുരിശിൻ്റെ പാതയിൽ. ഉത്തരം: ഒരേ പാതയിൽ. 25. ആ മനുഷ്യൻ ഉയർത്തപ്പെട്ടത് ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെയോ എന്ന് ആർക്കാണ് അറിയാവുന്നത്? ഓപ്ഷൻസ്: ദൈവത്തിന്, കർത്താവിന്, ക്രിസ്തുവിന്. ഉത്തരം: ദൈവത്തിന്. 26. 2 കൊറിന്തോസ് 11:19 പ്രകാരം ബുദ്ധിമാന്മാരായ നിങ്ങൾ സന്തോഷപൂർവ്വം സഹിഷ്ണുത കാണിക്കാറുള്ളത് ആരോടാണ്? ഓപ്ഷൻസ്: ഭോഷന്മാരോട്, വിഡ്ഢികളോട്, ദുഷ്ടരോട്. ഉത്തരം: വിഡ്ഢികളോട്. 27. 2 കൊറിന്തോസ് 11:22 പ്രകാരം ഞാനും അതെ എന്ന് എത്ര തവണ പറയുന്നുണ്ട്? ഓപ്ഷൻസ്: 2 തവണ, 3 തവണ, 4 തവണ. ഉത്തരം: 3 തവണ. 28. ആരിൽ നിന്നുള്ള അപകടങ്ങൾക്കും ഞാൻ അധീനനായി എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്? ഓപ്ഷൻസ്: കൊള്ളക്കാരിൽ നിന്നും, സ്വന്തക്കാരിൽ നിന്നും, വ്യാജ സഹോദരരിൽ നിന്നും. ഉത്തരം: വ്യാജ സഹോദരരിൽ നിന്നും. 29. 14 വർഷം മുൻപ് സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ആരിൽ എനിക്കറിയാമെന്നാണ് ശ്ലീഹ പറയുന്നത്? ഓപ്ഷൻസ്: ദൈവത്തിൽ, കർത്താവിൽ, ക്രിസ്തുവിൽ. ഉത്തരം: ക്രിസ്തുവിൽ. 30. നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അധ്യായവും വാക്യവും എഴുതുക. ഓപ്ഷൻസ്: 2 കൊറിന്തോസ് 12:9, 2 കൊറിന്തോസ് 12:10, 2 കൊറിന്തോസ് 12:11. ഉത്തരം: 2 കൊറിന്തോസ് 12:9.